ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഉള്ളിത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ കോഴിക്കുട്ടികൾ നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരൊന്ന് ചെറുതായിട്ട് വളർന്നിട്ടുണ്ട്. ഒരു 2 ആഴ്ചയൊക്കെയായി. അപ്പോൾ അവരെ നമ്മൾ നിലത്ത് അഴിച്ചുവിട്ടേക്കാണ്. അപ്പോൾ അവരൊന്ന് കണ്ടിട്ട് നമുക്ക് ഒരു കുഞ്ഞ് തട്ടിക്കൂട്ട് ഉള്ളിത്തോരൻ വെച്ച് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് കോഴിക്കുട്ടികളെ കാണാൻ പോകാം. ബൈ. അപ്പോൾ അത് എന്നെ കണ്ടപ്പോൾ നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ ഓടിക്കൂടി ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. വലിയ സ്ഥലത്താണ് അവർ അഴിച്ചു വിട്ടേക്കണത്. അത് കാരണം അവരെ നമുക്ക് ഒറ്റയടിക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല. അവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടികൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ആഴ്ചത്തോളമായി നമ്മൾ അവരെ മേടിച്ച് വളർത്താൻ തുടങ്ങിയിട്ട്. നമ്മളന്ന് കുഞ്ഞു കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നമ്മൾ അവരെ വലിയ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഓടി നടന്ന് തിന്ന് വെള്ളമൊക്കെ കുടിച്ചത് ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ കോഴിക്കുട്ടികൾക്ക്. അപ്പോൾ അതേ നമ്മുടെ കോഴിക്കുട്ടികളെയൊക്കെ കണ്ട് വന്ന് നമുക്ക് ഉള്ളിത്തോരൻ വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിത്തോരൻ വെക്കാനായിട്ട് നമ്മൾ കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നാളികേരം വേണം. അപ്പോൾ നാളികേരം ചിരണ്ടിയതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ട് നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നാളികേരവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ തിരുമ്പി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ നമുക്കൊരു തുള്ളി തെളിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു തോരനാണ് കേട്ടോ. നമുക്ക് ഉള്ളി നന്നാക്കി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.